നമസ്തേ. ഗുരുദേവ പാദങ്ങളിൽ പ്രണാമം. സദ്ഗുരുവിനെ വന്ദനം. രാവിലെ ഏകദേശം ഒരു 10 മണി മുതൽ 1:30 വരെ നമ്മൾ നല്ല ആന്തരിക പോഷണത്തിനുള്ള അറിവ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിറച്ചു കിട്ടി. അത് നിങ്ങൾ വളരെ നന്നായി തന്നെ ആസ്വദിച്ചു. ആ ആസ്വാദനം കുറച്ചു പേർക്ക് ഇവിടെ പങ്കിട്ടു. ഒരു ദിവസത്തിൽ ഇത് മതി. ഇനിയൊരു സത്സംഗം കേൾക്കാനുള്ള ശേഷിമ നിങ്ങൾക്കില്ല സത്യത്തിൽ. കാരണം ഇന്നത്തേക്കുള്ള അന്നം ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണം കൂടി കഴിച്ചു കഴിയുമ്പോൾ പറയേണ്ടതില്ലല്ലോ. എന്നിരുന്നാൽ തന്നെയും ഇത്ര ദൂരെ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഘടകം, എന്തും ചെയ്യാൻ ഒരു മനസ്സുണ്ടായാൽ മതി. ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അറിയണമെങ്കിൽ അറിയാം, പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിക്കാം, പ്രയത്നിക്കണമെങ്കിൽ പ്രയത്നിക്കാം. അങ്ങനെ നോക്കുമ്പോൾ മിനിയും അശോകൻ ചേട്ടനും അതുപോലെ തന്നെ കലയും ശിവപ്രസാദേണ്ണും അടങ്ങുന്ന ഈ ഒരു കൂട്ടായ്മയുടെ പരിശ്രമം എത്ര അതിൻ്റെതായ അർപ്പണ മനോഭാവത്തോടു കൂടി എടുത്തു എന്നും അങ്ങകലെ നിന്നിരിക്കുന്ന ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ എത്തിച്ച് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ആ ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു സത്സംഗം നടത്തുന്നത്. ഇത്രയും സമയം അത് പൂർണ്ണമായി ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കി വേറൊരു ദിവസത്തേക്ക് ആക്കിയത്. കാരണം രാവിലെയാണ് ഇത് കേൾക്കാനുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള സമയം. ഇപ്പോഴത്തെ സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഈവനിങ് ആവണം. ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്കൊരു പാതി ഉറക്കം, ബോധ മനസ്സൊന്ന് ചെറുതായിട്ട് മറഞ്ഞു കൊടുക്കും, ഉപബോധം കയറി വരും. പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടും ആകെ ഇവിടെ ഇരിക്കും എന്നല്ലാതെ കൃത്യതയാർന്നൊരു ശ്രവണത്തിനുള്ള അവസരമല്ല. എങ്കിൽ തന്നെയും നമുക്ക് അല്പകാര്യങ്ങൾ തന്നിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാം. ചെറിയ ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. ഞാൻ ചൊല്ലിത്തരാം. എല്ലാവരെയും
ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. നമോ ഭഗവതേ നിത്യാ ശുദ്ധമുക്ത മഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വിഷയം തന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്നുള്ളത്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിഷയം യോഗ കർമ്മസു കൗശലം. ഇത് സംസ്കൃത വരികളാണ്. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിലെ ഉദ്ധരണിയാണിത്. ഏകദേശം ഒരു വർഷമായി പല പല ഗ്രൂപ്പുകളുണ്ട്. ആദ്യകാല ഗ്രൂപ്പിലെ വിദ്യാർത്ഥികളെയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടുവന്നത് കൊണ്ടാണെന്ന് എനിക്കും അതേപോലെ സുനുവിനൊക്കെ ആധികാരികമായി സംസാരിക്കാനും പറയാനും പാടാനൊക്കെ കഴിയുന്നത്. ഇങ്ങനെ പലരെയും പല ദിക്കിൽ നിന്ന് ഉയർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ജീവിതമാനത്തിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തായി ചേർന്ന ഗ്രൂപ്പിൽ ഒരുപക്ഷെ ഗ്രൂപ്പ് 4-ലെ വ്യക്തികളാണെന്ന് അധികവും ഇവിടെ എത്തിയത്. അതിൽ കുറച്ച് നാൾ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ഉപ്പയായപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് വ്യക്തികളുടെ പേര് പോലും പറയില്ല എന്നുള്ളതാണ്. ഞാൻ അടുത്ത് ഇടപഴകിയിട്ടുള്ള സജ്ജന വിദ്യാർത്ഥികളല്ലാതെ ഈ അടുത്ത കാലത്ത് വന്ന സപ്പന, സിമി ഇവരൊക്കെ അല്ലാതെ എനിക്ക് വേറെ ആരെയും അറിയില്ല. ഗ്രൂപ്പ് നോക്കാൻ സമയം കിട്ടാറില്ല. പ്രഭാഷണം വിഷയം പറയുന്നതിന് മുൻപായിട്ട് 1-2 കാര്യങ്ങൾ. എന്തിനാണ് ഇങ്ങനെയൊരു കൂട്ടായ്മകൾ ഇടയ്ക്ക് കൂടുന്നത്? 2 തരത്തിൽ സംഭവിക്കാറുണ്ട്. ഒരു ഘട്ടം വരെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരും. എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രത്യേക സിദ്ധിയൊന്നും നമുക്കില്ല. ഗുരുക്കന്മാര് കാണിച്ചു തന്ന, ജീവിച്ചു തന്ന, പറഞ്ഞു വച്ചു തന്ന വാക്കുകളുടെ ആ ജീവിതം, അത് ഈ മാനവരാശിക്ക് എത്രമാത്രം ശ്രേഷ്ഠത നൽകുന്നതാണ്, നമ്മളെ എത്രമാത്രം ഉത്കൃഷ്ടരാക്കുന്നതാണ്, നമ്മുടെ അകവും പുറവും എത്രമാത്രം തേച്ചു മിനുക്കുന്നതാണ് എന്നുള്ളൊരു നഗ്നമായ സത്യം അതിൻ്റെ അറിവിലൂടെ തന്നെ, വേറെ ഒരു കൈവഴികളും അതിൻ്റെ പിന്നിലില്ല, അറിവിലൂടെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് അത് പൂർണ്ണമായിട്ട്
അറിയണമെന്ന് ആണോ ഞാൻ? അതല്ല. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് അറിയുന്തോറും ജീവിതത്തിൻ്റെ ആഴമേറുകയും ജീവിതത്തിലെ മനുഷ്യ ഹൃദയങ്ങളിലെ മനുഷ്യരിലെ നമ്മിലെ തന്നെ മൂല്യവത്തായ വശങ്ങളെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങൾക്കും സാധ്യമാകും എന്ന് കാണിച്ചു തരണം എന്നുള്ള ഒരു ഉത്കടമായ ആഗ്രഹത്തിന്മേലാണ് ഈ സത്സംഗങ്ങളൊക്കെ നടത്തി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടം വരെ നിങ്ങൾ പാകമാകുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിന് ഇണക്കം തോന്നുന്നിടത്തേക്ക് ഞാൻ ഓടിച്ചില്ല. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, അവർക്ക് നമ്മളെ വേണം. ഇപ്പം ഇനി ഇവിടെയുള്ളവർക്ക് ഇനി ഞങ്ങളെ മതി, ഇനി നിങ്ങളെ വിളിക്കുന്നത്, ഇനി ഞാനിങ്ങോട്ട് വരില്ല. ഒരു ഘട്ടം ഇപ്പം ഞാൻ പറയും രമണാജി അങ്ങോട്ട് വരട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചു പേരിലേക്ക് ഒരു വീട്ടിൽ ചെന്നിരുന്ന ഒരു ദിവസം കഴിച്ചു കൂട്ടി പോരുന്നതിലും എത്രയോ ഭേദമാണ്. ഇന്ന് നിത്യസ്വാമിനി പറഞ്ഞ അവസാനത്തെ വാക്യശകലങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കണ്ണെത്താ ദൂരം വരെയുള്ളവരിലേക്ക് ആ പ്രസാരണം എത്ര സരസമായ ഭാഷയിൽ ഗഹനമായ തത്വങ്ങൾ അവരിവിടെ പറഞ്ഞ ഓരോ ശ്ലോകവും ഗഹനമായ താത്വികത നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് നിങ്ങളൊരു പണ്ഡിതനിൽ നിന്നോ ഒരു നല്ല പ്രഭാഷകനിൽ നിന്നോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയൊക്കെ മേധയൊക്കെ അത്രയും നിങ്ങൾ തുറന്നു വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതൊന്നുമില്ലാതെ നമ്മുടെ പച്ചയായ ജീവിതത്തോട് ചേർത്ത് വെച്ച് വളരെ ലാഘവത്തോടു കൂടി സരസമായിട്ട് ആനന്ദദായകമായി സ്നേഹസാന്ദ്രമായ സംഗീതാത്മകമായ ഭാഷയിലൂടെ നിങ്ങൾക്ക് പകർന്നു തരികയുണ്ടായി. അപ്പം അവസാനം പറഞ്ഞു, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞ ആ അറിവിനെ, അനുഭവത്തെ സ്നേഹത്തിലൂടെ, അരുളിലൂടെ, അനുകമ്പയിലൂടെ, അറിവിലൂടെ നിങ്ങൾ പ്രസരിപ്പിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾ ഉദാത്തരായ മനുഷ്യരായി മാറുന്നത്. നമ്മളൊരു ഉദാത്തരായ മനുഷ്യരായാൽ മതി, വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. ഒരു നല്ല മനുഷ്യനാവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം എത്ര ധന്യമായി തീർന്നു എന്നുള്ളതാണ്. അതാണ് എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഭക്തി എന്നൊക്കെ പറയുന്നത്, ഈശ്വരനോടുള്ള പ്രണയം എന്ന് പറയുന്നത് നമ്മളോട് തന്നെയുള്ള പ്രണയമാണ്. ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം. അതിനെ പറയുന്ന പേരാണ് സ്വാത്മാദരം. എനിക്ക് എന്നെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും എന്നിൽ തന്നെയുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുവാനും കഴിയുന്നിടത്ത് നിന്നാണ് നമ്മുടെ വളർച്ചയുടെ ആരംഭം തുടങ്ങുന്നത്. ആന്തരിക വളർച്ചയുടെയും ബാഹ്യ വളർച്ചയുടെയും ആരംഭം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അതെങ്ങനെ വളർത്താം, ആ ആദരവ് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നെല്ലാമുള്ള അറിവുകൾ നമ്മുടെ കയ്യിലില്ല. ആ അറിവ് നമുക്ക് പകർന്നു കിട്ടുന്നത് ഗുരുക്കന്മാരുടെ വചനാമൃതങ്ങളിൽ നിന്നാണ്. ഈ വചനാമൃതങ്ങളാകട്ടെ സാധാരണ മനുഷ്യർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഗുരുദേവ കൃതികൾ പഠിക്കുന്നു, പാരായണം ചെയ്യുന്നു. എത്ര ദശലക്ഷക്കണക്കിന് കോടി ആളുകൾ പാരായണം ചെയ്ത് മനസ്സിലാക്കുന്ന ഭാരതീയ സനാതന ധർമ്മത്തിലെ അതിവിശിഷ്ടമായൊരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭാരതത്തിനകത്തും പുറത്തും എത്രയോ മനുഷ്യര് മോക്ഷമാകുന്ന ആ മാർഗദീപത്തിലേക്ക് അണഞ്ഞ് ഉത്കൃഷ്ടനായി തീർന്നതിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, വായിച്ച് പഠിച്ചു കിട്ടുന്ന ഒരറിവല്ല ആചാര്യ മുഖത്ത് നിന്ന് കിട്ടുന്നത്. ഒരു ആചാര്യന്റെ മുഖത്ത് നിന്ന് നമ്മൾ ശ്രവിക്കണം. അതിനെ സത്സംഗം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രവിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? നമ്മൾ അവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ കനമൊക്കെ പോകും. നമ്മൾ വേറെ ഒരു സദസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ, വേറൊരു കൂട്ടായ്മയിലാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മൾ പല ഐഡന്റിറ്റിയും നമ്മളുടെ മേൽ ചാർത്തിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ആചാര്യ സൗവിധത്തിലേക്ക് വരുമ്പോഴോ നാം ഒന്നുമല്ല എന്നുള്ളൊരു വലിയ അറിവിലാണ് ഇരിക്കുന്നത്. ആ അറിവിലിരിക്കുമ്പോൾ ഇവിടെ നിന്ന്
പകർന്നു തരുന്ന ശുദ്ധജ്ഞാനം നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെ എവിടെയൊക്കെ ഇരുണ്ടടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ടോ അവിടത്തേക്ക് പതിയെ പതിയെ പ്രകാശവീചികൾ, അറിവിന്റെ പ്രകാശവീചികൾ ചെന്ന് നിഴലിക്കും. അതോടുകൂടി നമ്മുടെ ഉള്ളം ഉണരാൻ തുടങ്ങും. മനുഷ്യനായിട്ട് നമ്മളെ തന്നെ കാണാൻ തുടങ്ങും. മറ്റുള്ളവരെയും ഒരു ഭാവത്തിലൂടെ നമുക്ക് സ്വീകരിക്കുവാൻ, നെറ്റിയൊക്കെ പറഞ്ഞതുപോലെ ഈശാവാസി ഉപനിഷത്തിന്റെ ഉദ്ധരണി ഇവിടെ സമർത്ഥിച്ചു പറഞ്ഞതുപോലെ അന്യമല്ലാതെ എല്ലാറ്റിനെയും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം, അത് പതുക്കെ പതുക്കെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. വേഗത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നതല്ല, പതുക്കെ പതുക്കെ വളർന്ന് വളർന്ന് വികാസം പ്രാപിച്ച് വരുമെന്നുള്ളതാണ്. നിങ്ങൾ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇവരൊക്കെ ഭഗവത്ഗീത 5 വർഷം കഴിഞ്ഞു, 10 അധ്യായം പിന്നിട്ടു, 10-12 അധ്യായം പിന്നിട്ടു. നിതാന്തമായ ഒരു തപസ്സിലൂടെയാണ് അവർ 10 അധ്യായം പഠിച്ചത്. നിങ്ങൾ 2-ാം അധ്യായത്തിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് യോഗ കർമ്മസു കൗശലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. എനിക്കോ സുനുവിനോ, ഇനിയും സുനു മാത്രമാണ് ഇവിടെ സീനിയർ സ്റ്റുഡൻസിൽ കലയുള്ളൂ, വേറെ ആരും സീനിയർ സ്റ്റുഡൻസ് ഇല്ല. അശോകേട്ടനും അവർക്ക് മനസ്സിലാവും ഇതെന്താണ്, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾക്കൊരു 3-4 മാസം കഴിയുമേ ഇത് മനസ്സിലാവും. എന്താണ് ഇത്? ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ വിവരണം മാത്രം തരാനാണ് ഞാനൊരു അവസരം ഉപയോഗിക്കുന്നത്. ഭഗവത്ഗീത എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഭാരതീയ പൈതൃകത്തിൻ്റെ അധ്യാത്മ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കൺ തുറന്ന് കാണാൻ പഠിപ്പിച്ചു തരുന്ന ഒരു ഉത്തമ ഗീതമാണ്. ആർക്കും, ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും വൃദ്ധരായാലും ആർക്കും, നിത്യ പറഞ്ഞതുപോലെ വാർദ്ധക്യം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ പ്രായത്തെ ഉണ്ടാക്കുന്നില്ല. സദാസമയം യുവത്വമാർന്ന ഭാവനയിലൂടെ, ആ ഭാവത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തി, ഒരു മാനസിക ശേഷിമ, ഒരു മാനസിക പരിപക്വത നമുക്ക് ഭഗവത്ഗീത തരുന്നുണ്ട്. അപ്പൊ ഈ ഭഗവത്ഗീതയിൽ വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ ഈ ഭഗവത്ഗീത ഗുരുവും ശിഷ്യനും തമ്മിലുള്ളൊരു സംവാദമാണ്, ഡയലോഗാണ്. ശിഷ്യനായിരിക്കുന്ന അർജുനനും കൃഷ്ണനായിരിക്കുന്ന ഗുരുവും തമ്മിലുള്ളൊരു സംവാദമാണ്. ആദ്യ ഉപദേശ രൂപേണ അത് തുടങ്ങുന്നത് തന്നെ. ഗീത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? മഹാഗുരുക്കന്മാരൊന്നും പറഞ്ഞിട്ടില്ല. നിരതിശയമായ ആനന്ദം അവരുടെ ഉള്ളിൽ ഊറിക്കൂടുമ്പോൾ അവർ പാടുകയേ ചെയ്യുകയുള്ളൂ. അവർക്ക് പറയാനറിയില്ല. നോക്കൂ, നാരായണ ഗുരുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും വാക്കോ വാചകമോ നിത്യ പറഞ്ഞോ? സുബ്രഹ്മണ്യ കീർത്തനം ഉദ്ധരിച്ചു, അനുകമ്പാദശകം ഉദ്ധരിച്ചു, പിണ്ടനന്ദി ഉദ്ധരിച്ചു, ദൈവദശകം ഉദ്ധരിച്ചു, ഏതെല്ലാം കൃതികൾ ഉദ്ധരിച്ചു. അതിലൂടെയൊക്കെ പാടിത്തരികയെ ചെയ്തിട്ടുള്ളത്. പാടാനേ കഴിയും. ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ, ഒരു സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ അത് ആസ്വദിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ആനന്ദം എത്രമാത്രമാണ്. സാധാരണ ഒരു സംഗീതം കേൾക്കുമ്പോൾ, ഇപ്പോൾ ഗുരുക്കന്മാരുടെ ആത്മസംഗീതമായിരിക്കുന്ന ഈ ഗാനനിർജ്ജരികൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മെ അടിമുടി മാറ്റിമറിക്കുന്നുണ്ട്. നമ്മിൽ വലിയൊരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്, നമ്മിൽ വലിയൊരു പരിണാമം സംഭവിക്കുന്നുണ്ട്. നാം പോലും അറിയാതെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവത്ഗീത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഗീത എന്ന് പറഞ്ഞാൽ പാടപ്പെട്ടത് എന്നാണ്, പാടിയത് എന്നാണ് അർത്ഥം. ഭഗവത്, ഭഗവാനാൽ, ഈശ്വരനാൽ പാടപ്പെട്ടതാണ്, പാടിയതാണ് ഭഗവത്ഗീത. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും
വലിയ വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ ഒരു പ്രഹേളികയായി വന്നു നിൽക്കും. അതിൽ നിന്ന് നമുക്ക് കരകയറാൻ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ചിന്താശേഷി കൊണ്ടോ ബുദ്ധിപ്രഭാവം കൊണ്ടോ വാഗ്വിലാസം കൊണ്ടോ ബാഹ്യ സമൃദ്ധി കൊണ്ടോ സാധിക്കില്ല. പല ഘട്ടങ്ങളിലും അവിടെയൊക്കെ നമ്മൾ വഴിമുട്ടിപ്പോകും. ആ വഴിമുട്ടിപ്പോകുമ്പോൾ നമുക്ക് ഒരു ചെറു വെളിച്ചമായി നമ്മുടെ മുന്നിൽ ഒരാളുണ്ടെങ്കിൽ നമ്മളെ ഉയർത്തിയെടുക്കാൻ എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിശ്ചലമായി പോകാൻ സാധ്യതയുണ്ട്, പതറി വീഴാൻ സാധ്യതയുണ്ട്, കാലിടറി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളെ ഉയർത്തി എടുക്കുന്ന മാർഗദീപങ്ങളാണ് ആചാര്യശ്രേഷ്ഠന്മാർ. അപ്പൊ അവരുടെയൊക്കെ സംസർഗം, ഇവിടെ വന്ന് മോഹൻ സാർ സംസാരിച്ചു, മായമ്മ സംസാരിച്ചു, അവരൊക്കെ എന്നിലോ അല്ലെങ്കിൽ നിത്യയിലോ ഒക്കെ ഒരുപാട് അറിവും അനുഭവ സമ്പത്തുള്ളവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്? അവരുടെ ഇതിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതാംശമായി പരിണമിക്കുന്നുണ്ട്. അപ്പൊ അത് വീണ്ടും വീണ്ടും ഉള്ളിൽ നിറയ്ക്കുവാൻ ഒരു അവസരം കിട്ടുമ്പോൾ, ഒരു നിയോഗം കിട്ടുമ്പോൾ അതിനെ ഉപയോഗിക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീത നമുക്ക് തരുന്ന സന്ദേശം അതാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വഴിമുട്ടിപ്പോകും, പ്രതിസന്ധികൾ വരും, പ്രഹേളികകൾ വരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുഃഖഭാരങ്ങൾ വന്ന് ഭവിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് സംഭവിക്കുന്ന കർമ്മങ്ങളാണ്. കർമ്മം എന്ന് പറയുമ്പോൾ ചിന്തയിലും വരും, വാക്കിലും വരും. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ഒരു പരിധി വരെ തിരിച്ചറിവോട് കൂടിയിട്ട് നമുക്ക് മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തി സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് കടന്നു പോകാം എന്നുള്ളതാണ് നമ്മളെ ഗീത പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ മനുഷ്യർക്ക് പഠിക്കാൻ വളരെ ഭയമാണ്. ഉപനിഷത്ത് പഠിച്ചാൽ, ഗീത പഠിച്ചാൽ, ഗുരുദർശനമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭക്തി മാർഗത്തിലൂടെ തന്നെ പോകും. ഭൗതികമായ ലൗകികമായിരിക്കുന്ന ആ ഒരു ജീവിതത്തെ ഉപേക്ഷിക്കും. ഇതൊക്കെ മിഥ്യയായ ധാരണയാണ്. ഇത് പഠിച്ചാൽ മാത്രമാണ്, ഇത് വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടാൽ മാത്രമാണ് ഭൗതികമായ വളർച്ചയുടെ ഈറ്റില്ലമായി നമുക്ക് അകവും പുറവും തിളങ്ങാൻ കഴിയും. സത്യത്തിൽ ഗുരുദേവ കൃതികളൊക്കെ പഠിക്കുന്ന സമയത്ത്, എൻ്റെ ഗുരുനാഥനെ പറ്റിയൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നവർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെയൊക്കെ മേധാശക്തിയും അറിവും ലാളിത്യവും ഒക്കെ ഇപ്പോഴും എന്നും തന്നെ ഈ ലോകത്തിൻ്റെ നാനാമുക്കിലിരിക്കുന്ന ആളുകളിലേക്ക് സൂമിലൂടെ, ഇംഗ്ലീഷ് ഭാഷയിലൂടെ, മലയാള ഭാഷയിലൂടെയൊക്കെ ഈ അറിവ് പ്രസരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഗുരുദേവ കൃതികളൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു ഗുരുവിൻ്റെ പ്രഭാഷണം കേൾക്കുന്ന, ഒരു ഗുരുപ്രഭാഷണം കേൾക്കുമ്പോൾ എപ്പോഴും അതിലൊതുങ്ങി നിന്ന ആളുകൾ സംസാരിക്കാറുള്ളൂ. കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഗുരുവിനപ്പുറമൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ വാക്കിൽ ഒതുങ്ങി നിൽക്കും. പക്ഷെ ഗുരുവിൻ്റെ വാക്ക് ഒന്നിലും ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് അറിയണമെങ്കിൽ, ഇപ്പൊ നിത്യാമിയൊക്കെ സംബന്ധിച്ച് ആഴത്തിൽ അവരൊക്കെ വേദാന്തത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരാളാണ്. അവർക്കൊന്നും ഒരു പുസ്തകത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് എന്ത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും. കാരണം നിരന്തരം അതിൽ ആമത്തെയാണ്. ഞാൻ അങ്ങനെയല്ല, എനിക്ക് എൻ്റെ കർമ്മമായ വലിയൊരു പന്ഥാവുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ അവിടെ വന്നിരുന്നു, ക്ലാസ് എടുത്തു, അവർ പോയി. ഇനി നിങ്ങളവർക്ക് പ്രാപ്യമല്ല. ചേച്ചിയുടെ വീട്ടിൽ അവരെ കാണാതിരിക്കും, അവര് നമുക്ക് പ്രാപ്യമല്ല. ഞാൻ അങ്ങനെയല്ല, തിരിച്ചാണ്, കുറച്ചും കൂടെ തിരിച്ചാണ്. എനിക്ക് മനുഷ്യരായിട്ടുള്ള മനുഷ്യബന്ധം വളരെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സാമൂഹ്യ ബന്ധം. ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന വേളയിൽ ആ വ്യക്തിയായി ബന്ധപ്പെട്ടവരെയും കൂടെ ഞാൻ സ്വീകരിക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെ ഒരു കണ്ണ്, ഇപ്പം നിത്യം പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും അകം അത്ര സ്പഷ്ടമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു കണ്ണാടി പോലെ തെളിയും. വിദ്യാർത്ഥികളുടെ ഞാൻ ഇത് പകർന്നു കൊടുത്തുള്ള ആ പാരസ്പര്യത്തിലിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പല വിദ്യാർത്ഥികളും എന്നോട് പറയണ്ട, അവരുടെ ഒരു ഇച്ഛ, ഒരനക്കം, അവരുടെയൊക്കെ ഒരു വാക്ക് എന്നോട് പറയാൻ
വരുന്നതിൻ്റെ പിന്നിൽ, ഒരു നമസ്കാരം വോയിസ് ക്ലിപ്പായി ഇടുന്നതിൻ്റെ പിന്നിൽ ഇരിക്കുന്ന എല്ലാ താല്പര്യങ്ങളെയും എനിക്ക് അറിയാൻ കഴിയുന്നത് അവരായിട്ട് എനിക്ക് ഹൃദയത്തോട് ഞാൻ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുക, എന്നിൽ ഒട്ടിച്ചേർന്ന് അലിഞ്ഞു ചേർന്നിരിക്കുന്നവരാണ്. പക്ഷെ ഞാൻ വിളിക്കാറില്ല, അവരെ ഫോൺ ചെയ്യാറില്ല. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ഈ ഒരു തൃപ്തി അത് തിരിച്ച് ഏറ്റുവാങ്ങുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അമ്മയടക്കമുള്ളവര് അതൊക്കെ എത്രയോ പ്രശ്നങ്ങളായിട്ട് അവർ മുന്നിലേക്ക് വരുന്നത്. ആദ്യം കൊടുക്കുന്ന ഒരു സാന്ത്വന, ആ സാന്ത്വനം 1 2 ഒരാഴ്ചയോ നീണ്ടു നിൽക്കുന്ന പരിഹാരങ്ങളെ ആവുന്നുള്ളൂ. പിന്നെ ഇവരെ അറിവിലേക്ക് വളർത്തിയെടുത്താൽ മാത്രമാണ് ഇവർ സ്വന്തം തൻ്റെയിടം കൊണ്ട്, സ്വന്തം കാര്യപ്രാപ്തി കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അല്ലെങ്കിൽ വെറുതെ വിലപിച്ചും വഴക്കടിച്ചും അവരവരെ സ്വയം പിഴച്ചും ഏകാന്തത അനുഭവിച്ചും ഒറ്റപ്പെട്ടും ഒരു അജ്ഞാന നിബിഡമായ ലോകത്തിലൂടെ സഞ്ചരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആ അറിവ് പകർന്നു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ അന്തരംഗം നമുക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട്, ആ കുടുംബം പോലും നമുക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ സമൂഹ ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ഇടയിലേക്ക് അനായാസം ഇറങ്ങി വരാൻ കഴിയുന്നത്. ഇതിവിടെയല്ല, ഇന്നിവിടെ സംഭവിച്ചു, നാളെ വേറെ ഇടത്തായിരിക്കും. ഇന്നിതിവിടെ സംഭവിച്ചു സാക്കിനാക്കിയിൽ. എത്രയോ വിദ്യാർത്ഥികൾ ഈ സാക്കിനാക്കിയിൽ തന്നെ എനിക്കുണ്ട്, അവരാരെയും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒരു അപൂർവതയാണ്, ഒരു സൗഭാഗ്യമാണ്, ഒരു സുഹൃതമാണ് ഇവിടെ വന്നിരിക്കുവാൻ കഴിയുക എന്നുള്ളത്. ഇനി എവിടെ സംഭവിക്കും, എന്ന് സംഭവിക്കും എന്നൊന്നും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക. എന്താണ് യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ആ വലിയ അർത്ഥങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഭാരതത്തിലൊരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഏറ്റവും കൂടുതൽ പരിശ്രമശാലികൾ പഞ്ചാബിലുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. അവർക്ക് സ്വാശ്രയത്വം വളരെ വലുതാണ്. അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് ഗുരുദ്വാരകളുണ്ട്, പലയിടത്തും കാണാം. ഇവിടെയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഈ ഗുരു നാനാക്ക് മുതൽ, ആദ്യ ഗുരുവായ അവരുടെ ഗുരു നാനാക്ക് മുതൽ ഗുരു ഗോവിന്ദ സിംഗ് വരെ അവർക്കടേതായ പ്രത്യേക, ഭാരതത്തിൽ നിന്ന് ഭിന്നമായ ഒരു മതഗ്രന്ഥവുമല്ലത്, സനാതന ധർമ്മത്തിന്റെ അംശം തന്നെയാണ്. ഈ മതങ്ങളിലൂടെ, മുഴുവൻ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിനക്ക് ആന്തരിക വളർച്ച ഉണ്ടെങ്കിൽ മാത്രമാണ് നിനക്ക് കാര്യക്ഷമതയോടുകൂടി കർമ്മം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ യോഗ കർമ്മസു കൗശലം. എന്താണ് യോഗ? യോഗ എന്താണെന്നാ പറയണേ? നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ 18 അധ്യായങ്ങളുണ്ട്. ഈ അധ്യായത്തിൻ്റെയൊക്കെ പേര് അർജുന വിഷാദ യോഗം, സാഖ്യയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, വിഭൂതി യോഗം, അങ്ങനെ മോക്ഷ സന്യാസ യോഗം. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ, സംസ്കൃതത്തിൽ യോഗ എന്നാണ് പറയുന്നത്. ഇനി പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം, പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലാണ് അഷ്ടാംഗ മാർഗങ്ങൾ പറയുന്നത്. 8 തരത്തിലുള്ള മാർഗങ്ങൾ മനുഷ്യൻ അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ ജന്മത്തൊക്കെ ഒന്ന് കേൾക്കണം, പഠിക്കണം. ജന്മം സഫലമാകാൻ ഇതിൽ പരം എന്താണ് വേണ്ടത്? ആ അഷ്ടാംഗ മാർഗത്തെ എടുത്തുകൊണ്ടാണ് ഭാരതത്തിനപ്പുറത്ത് അമേരിക്കയിലൊക്കെ പോയിട്ട് വിവേകാനന്ദ സ്വാമി രാജയോഗം എന്ന രീതിയിൽ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തെ ഉദ്ഘോഷിപ്പിച്ച് കാണിച്ചു കൊടുത്തത്. ഇപ്പൊ രാജയോഗം, പതഞ്ജലി യോഗം, ഭഗവത്ഗീതയിൽ പറയുന്ന യോഗം, ഇതൊക്കെ എന്താണ്? ഈ യോഗ യോഗ യോഗ. നാരായണ ഗുരുവിന്റെ ദർശനമാലയുണ്ടല്ലോ അല്ലേ? ദർശനമാലയിൽ ഓരോ ദർശനവും ഉണ്ട്. ജ്ഞാനദർശനം, യോഗ ദർശനം തന്നെയുണ്ട്, 10 ശ്ലോകങ്ങളുള്ള. അപ്പൊ ഇതെന്താണ്? ഓരോന്നിനും അതിൻ്റെതായ അർത്ഥമുണ്ടെങ്കിലും ഭഗവത്ഗീതയിൽ യോഗ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം, യോഗ എന്ന് പറഞ്ഞാൽ യോജിച്ചിരിക്കുന്നത് എന്നാണ്. യോജിച്ചിരിക്കുന്നത്. ആര് തമ്മിൽ യോജിച്ചിരിക്കുന്നത്? നമ്മൾ എത്ര അടുത്തിരുന്നാലും
ഞാൻ വേറെ, രമണൻ ചേട്ടൻ വേറെ, ഷീലാമ്മ വേറെ, ഓരോരുത്തരും, മോഹനേട്ടൻ വേറെ, എല്ലാം വേറെ വേറെയാണ്, വേറിട്ടാണ് കാണുന്നത്. പിന്നെ എങ്ങനെ എവിടെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുന്നത്? പുറമെ നമുക്ക് യോജിക്കാൻ കഴിയുമോ? ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പുറമെയുള്ള ഏത് വസ്തുക്കളെ നിങ്ങൾ നോക്കിയാലും അത് വൈവിധ്യമാർന്നതാണ്, വിവിധങ്ങളാണ്. പ്രത്യേകിച്ച് ഈശ്വരനാൽ ജാതമായ, സൃഷ്ടിക്കപ്പെട്ട സർവചരാചരാത്മകമായിരിക്കുന്ന ജീവജാലങ്ങളും ഒന്നും ഒന്നിൽ നിന്ന് വേറിട്ടതാണ്. അപ്പൊ എവിടെയാണ് നമുക്ക് ഒന്നിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ നാനാത്വത്തിൽ, ഭാരതത്തിന്റെ പ്രത്യേകത തന്നെ എടുത്തു പറയുന്നത് എന്താ? നാനാത്വത്തിൽ ഏകത്വം. ഇതൊക്കെ വേറെയായിരിക്കുമ്പോഴും ഇതിനെയൊക്കെ കൂട്ടിയിണക്കുന്ന കണ്ണി ഒരു അന്തർധാരയായിട്ട് കടന്നു പോകുന്നുണ്ട്. ഞാൻ ഈ ശരീരത്തോടു കൂടി നിലകൊള്ളുന്നുണ്ടെങ്കിലും ഈ ശരീരത്തിൽ നിത്യാമ്മ പറഞ്ഞില്ലേ, ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം ഉണരണം, ഇത് വരെയുള്ളൂ. ഇതിൽ അണഞ്ഞു പോകരുതെന്ന ഗുരു പറയുന്നത്. അതിനപ്പുറത്ത് ഇതിനെ ഉണർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന അണയാത്തൊരു ഉദയാസ്തമയങ്ങളില്ലാത്ത ആത്മദീപം നമ്മുടെ ഉള്ളിൽ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രകാശം എൻ്റെ ഉള്ളിലും സർവത്തിലും ഇരിക്കുന്നത് ഒന്നാണെന്ന് ആര് അന്വേഷിക്കാൻ തുടങ്ങുന്നുവോ, ആര് അറിയുന്നുവോ, അറിയുന്നവൻ അനുഭവജ്ഞാനിയായി, ആത്മസൂര്യായി. അതാണ് ഗുരുവിനെ പോലുള്ളവരൊക്കെ. പുറമെ പലതായിരിക്കുമ്പോഴും അകമേ ഏകമായിരിക്കുന്ന ആ പൊരുളിനെ അനുഭവിച്ചറിഞ്ഞു. കണ്ടെത്തുകയല്ല ചെയ്തത്, അനുഭവിച്ചറിഞ്ഞു. അവരെ പറയുന്ന പേരാണ് ആത്മജ്ഞാനികൾ എന്ന്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും ഈ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കാണ്, ആത്മസാക്ഷാത്കാരത്തിലേക്കാണ്. അപ്പൊ ചോദിക്കും, ഈ ആത്മസാക്ഷാത്കാരമൊക്കെ നമുക്ക് ഈ ജന്മം കിട്ടുമോ? പിന്നെ നമ്മളിതൊക്കെ പഠിക്കാൻ പോണ ഈ ജന്മം കിട്ടണ്ട, അതൊക്കെ വിട്ടുകളയുക. നമ്മൾ അങ്ങനെ ഒരു പൊരുൾ എൻ്റെ ഉള്ളിലും സർവത്തിലും ഇരിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ ഈ ഭേദചിന്ത വിട്ടുപോകും. നമ്മുടെ ഉള്ളിൽ ഭേദചിന്ത കുറയും, അന്യതാബോധം കുറയും, ഞാനെന്ന ഭാവം കുറയും, വലിയൊരു അകന്ത കുറയും. അങ്ങനെ കുറഞ്ഞു 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 വരുമ്പോൾ മാത്രമാണ് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യനിലെ നല്ല വശങ്ങൾ വളർന്നു വരാൻ തുടങ്ങുന്നത്. അവരാണ് ആന്തരികതയിൽ ഗുണമുള്ളവരായി വരുന്നത്. ആ ഗുണമുള്ള ഒരാൾക്കാണ് അരുളുള്ളവനായിരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അരുളില്ലാത്തവന്റെ സ്ഥിതി മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം പോലെ, സുഗന്ധമില്ലാത്ത സൂനം പോലെയായി ഭവിക്കും എന്ന നിത്യാമ്മ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? അതുപോലെയായി മാറും എന്നുള്ളതാണ്. അപ്പൊ ആന്തരികമായിരിക്കുന്ന വളർച്ച ഒരാൾക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് അവന്റെ കർമ്മം, ഉള്ളം എങ്ങനെയാണെന്നുള്ളത് ഒരു വ്യക്തിയെ വിളിച്ചോതുന്നത് അവരുടെ വ്യക്തിത്വത്തിലൂടെയാണ്, പെരുമാറ്റത്തിലൂടെയാണ്, അത് കർമ്മത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ യോഗ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് യോജിച്ചിരിക്കുന്നത് എന്നാണ്. എന്ത് യോജിച്ചിരിക്കുന്നു? എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവും ഈ പ്രപഞ്ചത്തിന്റെ ആകവേ കാരണമായിരിക്കുന്ന ബ്രഹ്മവും ഈശ്വരനും ഒന്നാണ് എന്നുള്ള അനുഭവത്തെ പറയുന്ന പേരാണ് യോഗ. ഞാനും ഈശ്വരനും രണ്ടല്ല, അദ്വൈതഭാവം. നേരത്തെ നിത്യ പറഞ്ഞില്ലേ, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്ത അവസ്ഥയാണ്. ജീവാത്മാവ് വേറെ, പരമാത്മാവ് വേറെ എന്നൊക്കെ വലിയ രീതിയിലൊന്നും വിചിന്തനം ചെയ്യണ്ട. ഒരു എറുമ്പിനെ നോക്കിയിട്ടും ഒരു പുഴുവിനെ നോക്കിയിട്ടും ഈശ്വര നീ എത്ര സുന്ദരമായി ഇവിടെ ജീവിക്കുന്നു, എൻ്റെ ജീവന്റെ അതേ തുടിപ്പ് തന്നെയല്ലേ നിന്നിലും, അതുകൊണ്ട് ഒരു തരത്തിലുള്ള നിന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തുന്നില്ല. പ്രകൃതിയെ ഹിംസാത്മകമായിട്ട് ഞാൻ പെരുമാറാൻ അനുവദിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ ഹിംസ ജനിക്കുന്നത് തന്നെ വേറെന്നുള്ള ഭാവം ആസക്തിപരമായി വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് യോഗ എന്ന് പറയുന്നത് യോജിച്ചിരിക്കുന്നത്, ഞാനും ഈശ്വരനും ഒന്നാണ് എന്നുള്ള അനുഭവം വരുന്ന മാത്രയിൽ, അനുഭവം വരണ്ട, ആ ഒരു ചിന്ത, ആ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ഈ പ്രകൃതി എന്ന് പറയുന്നത് എന്താ? ഞാനും ഉൾപ്പെടുന്നതല്ലേ. ഈശ്വരന് 5
ഘടകങ്ങൾ മതിയായിരുന്നു ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ. എത്ര വലിയൊരു രാജശില്പിയാണ് ഈശ്വരൻ. നമ്മളൊന്ന് നോക്കിയേ, ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ഇരുന്ന് ശ്രവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിച്ചത് ദഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തെ താളലയത്തോടുകൂടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ നാഭിയായി വർത്തിക്കുന്ന ഒരു ശക്തനുണ്ട്. സർവജ്ഞൻ എന്ന് പറയുന്നത് എല്ലാം അറിയാം. നിത്യ നേരത്തെ ഒരു കഥ നിങ്ങളോട് പറഞ്ഞു. ഒരു കുട്ടികളുടെ കയ്യിൽ ഒരു ഗുരുനാഥൻ ശിഷ്യന്റെ കയ്യിൽ മാമ്പഴം കൊടുത്തിട്ട് ആരും കാണാത്തയിടത്ത് പോയിരുന്ന് ഭക്ഷിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ അല്പം മേധയുണർന്ന അർപ്പണ മനോഭാവമുള്ളൊരു ശിഷ്യൻ പറഞ്ഞു, ഈശ്വരനില്ലാത്തൊരിടവും നാം കണ്ടില്ല എന്ന്. അതെങ്കിലും നമ്മൾ അറിഞ്ഞാൽ മതി. അനുഭവം നമുക്ക് വേണ്ട. എല്ലാം നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു അറിവ്, ഒരു ശക്തി നമ്മുടെ അകത്തും പുറത്തും ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഗുരു നമ്മളോട് പറഞ്ഞു തരികയാണ്, ഈ പ്രകൃതിയിൽ 5 ഘടകങ്ങൾ മതി ഈശ്വരന് ഈ കാണായതെല്ലാം സൃഷ്ടിക്കാൻ. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ഈ 5 ഭൂതങ്ങളെ പഞ്ചഭൂതം എന്നാണ് പറയുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായതേ ഈ പ്രകൃതിയിലുള്ളൂ. അതിൽ ഒരു ശരീരം മാത്രമാണ് എൻ്റെ. അപ്പൊ ഈശ്വരന് ഈ പ്രപഞ്ചത്തിൽ ഒരു രചന നടത്തണമെങ്കിൽ, ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ ഈശ്വരന് ഈശ്വരൻ്റെതായൊരു ഇച്ഛയുണ്ട്. ആ ഇച്ഛയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മിലൂടെ എന്തോ ഈ പ്രകൃതിയിൽ നിറവേറ്റപ്പെടാനുണ്ട്. അതിനാണ് ഈശ്വരൻ ഇങ്ങനെ അയക്കുന്നത്. ഈശ്വരനാണ് നമ്മുടെ ഉടയവൻ. ആദ്യ പിതാവും മാതാവും പാർവതിയും പരമേശ്വരനുമാണെന്നുള്ള നല്ലൊരു സങ്കല്പം. പരമപിതാവ് മഹേശ്വരനാണ് എന്നുള്ള ഒരു വലിയൊരു സങ്കല്പം നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ സനാതന ധർമ്മം നമുക്ക് വെച്ചു നീട്ടുന്നുണ്ട്. ആ ഈശ്വരീയമായിരിക്കുന്ന നല്ല സങ്കല്പത്തിൽ നിന്ന്, അനുഭവമല്ല നമുക്ക്, അതുകൊണ്ട് നമ്മൾ ആദ്യം സങ്കല്പിക്കുന്നു, പിന്നെ വിശ്വസിക്കുന്നു, നമ്മൾ അന്വേഷിക്കുന്നു, നമ്മൾ അനുഭവിച്ചറിയുന്നു എന്നുള്ളതാണ്. ആ പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് എല്ലാ കർമ്മങ്ങളും ഇവിടെ നടക്കുന്നത്. എല്ലാ കർമ്മങ്ങളും നമ്മളും പ്രകൃതിയുടെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മിലൂടെ ഈ കർമ്മങ്ങൾ നടത്തപ്പെട്ടേ മതിയാകും. കർമ്മങ്ങൾ നമ്മിലൂടെ കയറിറങ്ങി നിരന്തരം പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് പ്രത്യേക ഒരു കാര്യം നിർവഹിക്കാനാണ്, ധർമ്മ നിർവഹണത്തിന് വേണ്ടിയാണ്. പക്ഷെ ഈശ്വരൻ ഡയറക്റ്റ് ആയിട്ടല്ലല്ലോ വിടുന്നത്. അതിന് 2 കരുക്കളെ ഉപാധികളാക്കിയെടുക്കും. അതാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. ഈ മാതാപിതാക്കന്മാരിലൂടെയാണ് ഞാനെന്ന് പറയുന്ന എൻ്റെ അച്ഛൻ, അമ്മയിലൂടെയാണ് ഞാനെന്ന് പറയുന്ന സൃഷ്ടി ഇവിടെ സംജാതമായത്. അവർ ശരിക്ക് നമ്മുടെ ഉടയവരാണോ? ഇല്ല. നമ്മളെ വളർത്തി വലുതാക്കാൻ തന്നിരിക്കുന്ന സൂക്ഷിപ്പുകാർ മാത്രമാണ് നമ്മുടെ അച്ഛനും അമ്മയും. യഥാർത്ഥ ഉടയവൻ, യഥാർത്ഥ പിതാവ് ഈശ്വരനാണ്. ആ വളർത്തി പക്വമാകുമ്പോൾ വിട്ടുകൊടുത്തേക്കണം. പിന്നെ നമ്മൾ നമ്മുടെ നിലയിൽ നിന്ന് നമ്മുടെ ജീവിതം ഈശ്വരൻ തരുന്ന, ഗുരു പറയൂലോ പിണ്ടനന്ദിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, അമ്മയുടെ ഗർഭത്തിൽ ജാതമാകുന്നതിന് മുമ്പ് ഈശ്വരൻ നിശ്ചയിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ആയുസ്, ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം, ഒരു വ്യക്തിയുടെ സംസ്കാരം, ഒരു വ്യക്തിയുടെ കുലം നിശ്ചയിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നാരായണ ഗുരു മാത്രമല്ല, ഗർഭോപനിഷത്തിലെ ഉപനിഷത്ത് ഋഷി പറയുന്നു. ചരക ആയുർവേദ ശാസ്ത്ര പാരംഗതനായ ചരക മഹർഷിയൊക്കെ നമുക്കിത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മളിൽ ഈ ഭൂമിയിലേക്ക് വന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, കുറച്ചൊക്കെ വളർന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ഞാനാണ് കർമ്മം ചെയ്യുന്നത്. എന്ത് കർമ്മം ഞാൻ ചെയ്താലും അതിൻ്റെ കർത്തൃത്വം ഞാൻ ഏറ്റെടുക്കും. ഞാനാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് കർത്താവ്, ഞാനാണ് ചെയ്തത് എന്നുള്ള ആ കനം, ഭാരം കൂടുന്നതിനനുസരിച്ച് നമ്മിലുള്ള അഹങ്കാരവും കൂടി വരും. ഇപ്പൊ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ പലതും നമുക്ക് ആവശ്യ, അംഗീകാരങ്ങൾ ആവശ്യ, സ്ഥാനമാനങ്ങൾ ആവശ്യ, എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, ചെയ്യുന്നതിനൊക്കെ അതിൻ്റെ ഫലം വേണം. ഇതൊക്കെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് പറയുന്നത് യോഗ
കർമ്മസു, നിങ്ങൾ ഓരോരുത്തരും കർമ്മം ചെയ്യണം. ആ കർമ്മം എങ്ങനെ ചെയ്യണം? കൗശലം, കുശലതയോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ കർമ്മം ചെയ്യേണ്ടത്. കുശലത എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത, ആനന്ദം, കാര്യപ്രാപ്തി. കാര്യക്ഷമതയോട് കൂടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യൂ. കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ എന്താ? നിതാന്തമായ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനുണ്ടാകുന്ന ശ്രദ്ധ, അർപ്പണം, അത് നമുക്ക് ആനന്ദത്തെ, തികഞ്ഞ ആനന്ദത്തെ ഉണ്ടാക്കി തരുന്നു. അങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മവും നമുക്കും സമൂഹത്തിനും അത് പ്രയോജനപ്രദമാകുമെന്നുള്ളതാണ്. അപ്പൊ കാര്യക്ഷമതയോടുകൂടി, കർമ്മകുശലതയോട് കൂടിയിട്ട് നമുക്ക് ഓരോ പ്രവൃത്തികളും ചെയ്യുവാനായിട്ട് സാധിക്കണം. ഇത് ലോകക്ഷേമത്തിന് ഭവിക്കും. ലോകത്തിൻ്റെ ക്ഷേമത്തിനും നമ്മൾ ചെയ്യുന്ന കർമ്മം പ്രയോജനപ്പെടുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടാകരുത്? ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഉണ്ടാകരുത്. അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഗുരുക്കന്മാര്. ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ഭാവം. അപ്പൊ അതിന് റിസൾട്ട് വേണം. കർമ്മം ചെയ്യുന്നതൊക്കെ ഫലത്തിന് വേണ്ടിയിട്ടാണ്, ഫലനിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കൂ, എന്ത് കർമ്മവും നമുക്ക് ചെയ്യാം, എന്തും നമുക്ക് ചെയ്യാം. മനുഷ്യന് കർമ്മം ചെയ്യാനുള്ള അധികാരമുണ്ട്, എന്ത് കർമ്മവും ചെയ്യാം. പക്ഷെ ഏത് കർമ്മത്തിന് എന്തുണ്ട്? ഫലമുണ്ട്. ഫലം മനുഷ്യനാണോ തരുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കുക, എന്ത് കർമ്മവും നമുക്ക് ചെയ്യാം, ആ കർമ്മത്തിനൊക്കെ ഫലമുണ്ട്. ആ ഫലം ആരാണ് തരുന്നത്? നമുക്ക് ആ ഫലം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഗുരു നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ കർമ്മം ചെയ്യുമ്പോൾ നിന്നിലൂടെ കർമ്മങ്ങൾ കയറി പോകുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിന്നിലൂടെ കർമ്മങ്ങൾ നടത്തപ്പെടുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതുക. അപ്പൊ ആ കർമ്മത്തെ നമുക്ക് ധാർമ്മികമാക്കി മാറ്റാം. ആ കർമ്മത്തിൽ നമുക്ക് ഒട്ടൽ കുറയും. എൻ്റെ 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 എന്നുള്ള മമത പോയിട്ട് ആ കർമ്മം എങ്ങനെ ക്രിയാത്മകമായി വേണ്ടവണ്ണം അനുഷ്ഠിക്കാം എന്നുള്ള ഒരു ജാഗ്രത നമ്മുടെ ഉള്ളിൽ പതിയെ പതിയെ ഉണരാൻ തുടങ്ങും. അങ്ങനെ ഉണരാൻ തുടങ്ങുമ്പോൾ കർമ്മഫലത്തിലല്ല നമ്മുടെ ചിന്ത, കർമ്മത്തിലാണ്. നിങ്ങൾ നോക്കൂ, ഒരു കർമ്മം ചെയ്യുന്നത് വർത്തമാനകാലത്തിലാണ്, റിസൾട്ട് ഇരിക്കുന്നത് ഭാവിയിലാണ്. ഫലം ഭാവിയിലും കർമ്മം വർത്തമാനത്തിലുമാണ്. അപ്പൊ ഭാവിയെ പറ്റി നമുക്കൊന്നും നിർവചിക്കാനോ വിധിക്കാനോ കഴിയില്ല. നമ്മുടെ കയ്യിലല്ല ഭാവി ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? വർത്തമാനമേ ഉള്ളൂ. ഈ നിമിഷമേ ഉള്ളൂ. യഥാർത്ഥ നിമിഷത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന. ഇപ്പൊ നിങ്ങളുടെ കർമ്മം എന്തെങ്ങനെ ഒരു സത്സംഗത്തിൽ ഇരിക്കാൻ കഴിയും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്തടുത്ത കർമ്മങ്ങൾ വന്നു. ആ കർമ്മങ്ങൾ ധാർമ്മികമായി നിങ്ങൾ നിറവേറ്റണം. അപ്പൊ എന്താണ് ധാർമ്മികത? ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പറ്റി രാവിലെ പറഞ്ഞു. ധാർമ്മികത എന്താണെന്ന് പഠിക്കണ്ടേ? കേൾക്കാതെ എങ്ങനെ നിങ്ങൾക്ക് ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും? നന്മ എന്താണ് തിന്മ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും? നിങ്ങൾ കരുതുന്ന തിന്മ വേറൊരാൾക്ക് നന്മയായി ഭവിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന തിന്മ മറ്റൊരാൾക്ക് നന്മയായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിലുള്ള നന്മ തിന്മകൾ എന്താണ്, ധർമാധർമ്മങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരുന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും 2-3 മണിക്കൂറുകൾ കേൾക്കണം. കേൾക്കുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്നാണ് നമുക്കൊരു ധാർമ്മിക ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. ഈശാവാസി ഉപനിഷത്തിന്റെ 2ാമത്തെ മന്ത്രത്തില് ഋഷി പറയുന്നത്, നാരായണ ഗുരു മനോഹരമായിട്ട് ഭാവാവിഷ്കാരം ചെയ്തു തന്നുണ്ട്. അല്ലെങ്കിൽ അന്ത്യം വരെയും, മരണം വരെ, അന്ത്യം വരെ എന്ന് പറഞ്ഞിപ്പോൾ നമുക്കൊരു 100 വയസ്സുണ്ടോ, ആ 100 വയസ്സ് വരെ, അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസംഗനായി
അസംഗനായി സംഘമില്ലാത്തവനായി കർമ്മം ചെയ്ത് നടന്നു നീങ്ങാൻ കഴിയണം. സംഘമില്ലാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല ചെയ്യുന്നത്, എന്നിലൂടെ ഈശ്വരൻ നടത്തപ്പെടുന്നു. ഞാൻ ഈശ്വരന് വിധേയപ്പെട്ടു കൊടുക്കുന്നു. ഗുരുവിലേക്ക് എന്നെ സമർപ്പിച്ചുകൊണ്ട് ആ കർമ്മത്തെ സർവാത്മന ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് അനുഷ്ഠിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മരണം വരെ നമുക്ക് കർമ്മം ചെയ്യാം. ആ കർമ്മത്തിൽ നമുക്ക് സന്തോഷിക്കാം. കർമ്മസു കൗശലം, കുശലതയോടുകൂടി, കാര്യക്ഷമതയോടുകൂടി, കാര്യപ്രാപ്തിയോടുകൂടി, ആനന്ദത്തോടുകൂടി കർമ്മം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് യോഗ. ഇപ്പൊ യോഗയ്ക്ക് ഭഗവത്ഗീത കൊടുക്കുന്ന ഡെഫിനിഷനാണ് യോഗ കർമ്മസു കൗശലം. നിങ്ങൾ സാഖ്യയോഗം തുടങ്ങി എന്ന് പറഞ്ഞാലും ഗീതോപദേശം ഞാൻ തുടങ്ങിയിട്ടില്ല, ബുധനാഴ്ച കഴിഞ്ഞത് തുടങ്ങുള്ളൂ. നിങ്ങൾ ഇതിനൊക്കെ അതിവിശദമായിട്ട് ഇത് പഠിക്കും. എങ്ങനെ കർമ്മം ചെയ്യണം, എങ്ങനെ കുശലതയോടുകൂടി നമുക്ക് കർമ്മം ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്ക് ഈ സാഖ്യയോഗത്തിലൂടെ തരുന്നുണ്ട്. ഇപ്പൊ ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുവാനായിട്ട് പോകുകയാണ്. അദ്ദേഹം കൃഷി ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം കൃഷി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നത് എല്ലാം എനിക്ക് അനുഭവിക്കാനുള്ളതല്ല. എല്ലാം എനിക്ക് എത്ര അദ്ദേഹത്തിന് വേണം? ആ ഉദരത്തിന് വളരെ കുറച്ച് മതി. കുറച്ചേ അദ്ദേഹം അനുഭവിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം പാടം ഒരുക്കുന്നതും അതിൽ വിത്ത് വിതയ്ക്കുന്നതും മുളകൾ പൊട്ടി വരുന്നതും ചെറിയ ഞാറുകളായി അത് പരിണമിക്കുന്നതും നെല്ലോലകൾ ഉണ്ടാകുന്നതും അതിൽ നിന്ന് പൂമ്പ് വരുന്നതും അതേപോലെ നെൽമണികൾ ഉണ്ടായി വരുന്നതും അത് വിളഞ്ഞു നിൽക്കുന്നതും അത് കൊയ്യുന്നതും എല്ലാം അദ്ദേഹത്തിന് എന്താ ഒരു ആനന്ദമാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു ചെടി നട്ടു വീട്ടിൽ, വളരെ ഇഷ്ടത്തോടു കൂടി നട്ടു. അതിൻ്റെ ഓരോ വളർച്ചയും ചലനവും നമ്മൾ ഇങ്ങനെ നോക്കിക്കണ്ട് ആസ്വദിക്കുകയാണ്. നമുക്ക് പ്രത്യേക നേട്ടമുണ്ടോ? ഒരു നേട്ടമില്ല. പക്ഷെ നമ്മൾ ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു, ക്രിയാത്മകമായിട്ട് അതിന് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. ഈ IAS-കാർക്ക് ക്ലാസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ മുദ്രാവാക്യം എന്താ? IAS എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിൻ്റെ മുദ്രാവാക്യമാണ് എന്ത്? യോഗ കർമ്മസു കൗശലം. നമ്മുടെ ഏത് IAS വരെയുള്ള എക്സാമുകൾക്ക് യോഗയുടെ ഡെഫിനിഷൻ എന്താ? യോഗ കർമ്മസു കൗശലം എന്നാണ്. എന്താണ് അവരോട് പറയുന്നത്? നിങ്ങളൊരു യോഗിയായിരിക്കുക എന്നാണ്. IAS-കാരോട് പറയുന്നത് നിങ്ങളൊരു യോഗിയായിരിക്കുക. യോഗിയായിരിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? കാര്യക്ഷമതയോടുകൂടി നിങ്ങൾക്ക് സമൂഹത്തെ സേവിക്കണം. സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ ആന്തരികമായിരിക്കുന്ന ഒരു ഘടനയിൽ വളരെ വലിയൊരു വളർച്ച വരണം. ഏകമായിരിക്കുന്ന ഒരു സത്യത്തിൻ്റെ പൊരുളാണ് നാം എന്ന് അറിയുമ്പോൾ ഭേദ ബുദ്ധികളില്ലാതെ, സ്വജന പക്ഷപാതങ്ങളില്ലാതെ, വേർതിരിവുകളില്ലാതെ, കൈക്കൂലികൾ വാങ്ങാതെ എൻ്റെ സ്വധർമ്മമാണ് ഞാൻ ഈ സമൂഹത്തിലേക്ക് കർമ്മരൂപേണ അഴിച്ചുവിടുന്നത് എന്ന് ഒരു വ്യക്തി വിചാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനമൊക്കെ എത്ര മുതൽക്കൂട്ടായിരിക്കും. ഇന്ന് നമ്മുടെ മെട്രോമാനൊക്കെ ചെയ്യുന്നത് എന്താ? പലർക്കും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത്രയും ഏജായിട്ടും അദ്ദേഹം ഓടി നടന്ന്, ഞാൻ ഈ എറണാകുളത്തിലൂടെ ഓടി നടക്കുന്ന സമയത്ത് അവിടെ മെട്രോ ഒപ്പം നിന്ന് പണിയണയൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? അത്രയ്ക്കും കാര്യപ്രാപ്തി, കാര്യക്ഷമത. എൻ്റെ സ്വന്തം സുഖത്തിനല്ല, എനിക്ക് സുഖം കിട്ടുന്നു, ആനന്ദം കിട്ടുന്നു, അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഉള്ളിൽ ആന്തരികതയിൽ ഗുണമുള്ള മനുഷ്യർക്ക് മാത്രമാണ്, ആധ്യാത്മികമായ വളർച്ച കൈവരുന്ന ഒരാൾക്ക് മാത്രമാണ് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
ബുദ്ധിപരമായിട്ട്, കായികമായിട്ട്, ശാരീരികമായിട്ട് കാര്യക്ഷമതയുള്ള വ്യക്തികളെയൊക്കെ നല്ല സ്ഥാപനങ്ങൾ, മുതലാളിമാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നല്ല കാര്യപ്രാപ്തിയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങളെ പോലുള്ള ആളുകളും ഈ സമൂഹത്തിലുണ്ട്. കാര്യക്ഷമത ബാഹ്യതലത്തിലുണ്ടായാൽ എന്തും നേടിയെടുക്കാം. അവന്റെ കർമ്മരംഗത്തിലൂടെ അവന് വളർന്ന് ബാഹ്യമായ സമൃദ്ധി മുഴുവൻ നേടാം. പക്ഷെ കാര്യപ്രാപ്തി ഉണ്ടെങ്കിലും എത്രമാത്രം പ്രൊഡക്ഷനുകൾ ആ വ്യക്തി ഉണ്ടാക്കിയാലും ആന്തരികതയിലുള്ള വളർച്ചയില്ലെങ്കിൽ അവൾ നിശ്ചലരാണ്. ഒരു പരിധിവരെ നിശ്ചലരാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി സൂയിസൈഡ് ചെയ്തിരിക്കാം, വലിയൊരു മാനസിക രോഗിയായി മാറിയിരിക്കാം, സ്കിസോഫ്രീനിയ പോലുള്ള വലിയ മാനസിക രോഗങ്ങൾക്ക് ആ വ്യക്തി അടിമപ്പെട്ടു പോയേക്കാം, തളർന്നു പോയേക്കാം. എന്തുകൊണ്ടാ? നല്ല കാര്യക്ഷമതയുണ്ട്, എന്ത് കാര്യങ്ങളിലും ഇറങ്ങി പ്രവർത്തിച്ച് ഉൽപാദനശേഷി വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അകമയൊന്നും ഇല്ലെങ്കിലോ? അപ്പൊ അകമേയുള്ള വളർച്ച കൂടി നന്നായിട്ട് നമുക്ക് ഉണ്ടായി വരുമ്പോൾ അകവും പുറവും ഒരുപോലെ നമുക്ക് തിളങ്ങാൻ കഴിയും. അപ്പൊ അകത്തെ ഗുണത്തെ വർദ്ധിപ്പിച്ചെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സംസ്കാരവും തിരിച്ചറിവും. എന്ത് കാര്യങ്ങളും ചെയ്യേണ്ടത് തിരിച്ചറിവോടുകൂടിയായിരിക്കണം. തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ പലപ്പോഴും നാം പതറി വീണു പോകും. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഒരു 1.5 വർഷക്കാലം, ഇപ്പോഴാണ് ഈ കോവിഡ് കഴിഞ്ഞ പിന്നെയാണ് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ. എപ്പോഴും ഇങ്ങനെ ഇരുന്ന് സത്സംഗം നടത്തി പഠിപ്പിക്കല. ഇപ്പൊ നിത്യ പറഞ്ഞ പോലെ വടിയെടുത്ത് അടിക്കും, ചീത്ത പറയും ഒക്കെ പറയുന്നത്. എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ. നിങ്ങൾ ആ ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ ട്രാക്കിൽ വീഴുന്നത് വരെ കണ്ണുരുട്ടി പേടിപ്പിച്ചും അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ കൊടുക്കാണ്. സത്യത്തിൽ ഇന്ന് നിത്യ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറയുന്ന പോലെയാണോ പറയേണ്ടത്? വഴക്ക് പറഞ്ഞ് കണ്ണുരുട്ടി ചീത്ത വിളിച്ചൊന്നല്ല പറയേണ്ടത്. വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കണം. പക്ഷെ സ്നേഹത്തോടു കൂടി പറഞ്ഞു തന്നാൽ നിങ്ങളത് ഉൾക്കൊള്ളില്ല, നിങ്ങളത് സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും ഗൗരവമായ ഭാഷയിലൂടെ പകർന്നു കൊടുക്കുന്നത്. ഇപ്പൊ ചെറിയ നിസ്സാര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വാക്ക് കേട്ട്, ജ്യോതിഷന്മാരുടെ വാക്ക് കേട്ട്, കൈനോട്ടക്കാരുടെ വാക്ക് കേട്ട് ചാത്തൻ സേവയിലേക്ക് ഓടിപ്പോയി, അവിടെ പോയി കണിയാൻ്റെ അടുത്ത് പോയി കബഡി നിരത്തി ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാതലെന്താ? അതിനറിവുള്ള, അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്നും നമുക്കൊരു പങ്കാളി, ഒരു അറിവുള്ള ആളായിരിക്കണം. ആളുടെ അടുത്തേക്ക് പോകണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ, മിനിഞ്ഞാന്ന് തന്നെ എൻ്റെ ഒരു സജ്ജന വിദ്യാർത്ഥിയായിരുന്ന ആ കുട്ടിയുടെ മോൻ 12ാം ക്ലാസ് കഴിഞ്ഞുള്ളവൻ തൂങ്ങി മരിച്ചു പിറവത്ത്. അപ്പൊ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് അവൻ ക്ലാസ്സിൽ നിന്ന് വന്നു. ഉച്ചയ്ക്ക് മുറി കയറി തൂങ്ങി മരിക്കുകയും ചെയ്തത്. സൂയിസൈഡ് ചെയ്തു. അമ്മ ജോലി കഴിഞ്ഞ് വന്ന് കതക് മുട്ടിയപ്പോഴാണ് തുറക്കുന്നില്ല. നോക്കി കഴിഞ്ഞപ്പോൾ മരിച്ചു കിടക്കണം. നിസാര കാര്യം വഴക്ക് പറഞ്ഞിട്ടാണ്. നമ്മൾ കുടുംബമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വഴക്ക് പറഞ്ഞാൽ താങ്ങാനോ, അല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ അമ്മ വഴക്ക് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്തിനു വഴക്ക് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ എത്രമാത്രം നമുക്കൊരു വ്യക്തിയോട് സ്വാതന്ത്ര്യം കൂടുന്നുവോ, ഇടപഴകുവാനുള്ള അവസരം ലഭിക്കുന്നുവോ, അവിടെ നമ്മൾ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ ഗൗരവ സ്വഭാവത്തിലായിരിക്കും, ദേഷ്യത്തിലൂടെയായിരിക്കും. ആര് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ ദേഷ്യപ്പെടുന്നുണ്ടോ, 1 അല്ല 2 അല്ല 3 മാത്രകൾ നമ്മൾ ചിന്തിക്കണം. അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ, എൻ്റെ ജീവിതത്തിലേക്ക് പലതും മനസ്സിലാക്കിച്ച് തരുവാനുള്ള ഒരു ആജ്ഞയാണെന്ന് വിചാരിച്ചാൽ അവിടെ വടക്കിനൊരു പ്രസക്തിയില്ല. അതാ നിമിഷം കൊണ്ട് അതവിടെ തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാൻ കഴിയാത്ത ഒരു സാമൂഹിക കുടുംബ പശ്ചാത്തലത്തിലൂടെയാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. വളർച്ച നിങ്ങൾ ബാഹ്യതലത്തിൽ നേടിയിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അത് വേണം. പക്ഷെ അകമേയുള്ള വളർച്ചയ്ക്കുള്ള ഒരു കോപ്പുകളും നിങ്ങളുടെ കയ്യിലില്ല, ഒരു ഉപാധിയും നിങ്ങളുടെ കയ്യിലില്ല. അത് നിങ്ങൾക്ക് കൊടുക്കാനും തടയുകയുമില്ല. അപ്പൊ ആ അറിവിനെ സമാർജിക്കുന്ന അവസരങ്ങളാണ് സത്സംഗങ്ങളായിട്ട് നിങ്ങൾ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച തന്നെ വേറൊരു കുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കണ, സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി, അമ്മ ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ട്
അവളെന്ത് ചെയ്തു, ഈ സിനിമയിലൊക്കെ ഇപ്പോഴത്തെ സിനിമകൾ ക്രൈമാണ് അധികവും കാണിക്കുന്നത്. അവൾ കൈ മുറിച്ചു, ഞരമ്പ് മുറിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ കണ്ട് അങ്ങനെ ആശുപത്രി കൊണ്ട് രക്ഷപ്പെട്ടു. ഇതറിഞ്ഞപ്പോൾ ഞാൻ സ്വാമിജിയുടെ അടുത്ത് പറഞ്ഞു. സ്വാമി പറഞ്ഞു അവരെ പോയി ഇങ്ങോട്ട് വിളിച്ചു കൊണ്ട് നമ്മൾ 2-3 ദിവസം അവിടെ നിർത്തി സ്വാമി പറഞ്ഞു കൊടുത്തു. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അച്ഛനമ്മമാരൊക്കെ നമ്മളെ പരിപാലിക്കുന്നെങ്കിൽ മനസ്സിലാക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായ ഇനി ആ കൊച്ച ജന്മത്തിൽ ചെയ്യില്ല. അത് കാരണം എന്താണ്, ആ കുട്ടി ചെയ്ത തെറ്റിൻ്റെ ഗുണദോഷങ്ങളെ കൃത്യമായി മനസ്സിലാക്കി സ്നേഹിച്ച് നീ എന്തിനത് ചെയ്തു എന്ന് ഒരിക്കലും ചോദിച്ചില്ല. എന്തിനു ചെയ്തു, അത് ശരിയല്ല, ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താതെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു പരിധിയുള്ള മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാറ്റി നിർത്തി ഉള്ളത്തെ വിമലീകരിച്ച് നമ്മുടെയൊക്കെ ജീവിതം പണ്ടത്തെ പോലെയല്ല, കുറച്ച് നാളുകളുള്ള മനുഷ്യ ജീവിതം എപ്പോൾ വേണമെങ്കിലും അസ്തമിച്ചു പോകാം. ഒരു ഉറപ്പും ഒരു ഗ്യാരണ്ടിയും ഇല്ല. പണ്ടൊക്കെ നമുക്ക് ആയുസിനെങ്കിലും ഒരു വിലയിട്ട് നടന്നു നീങ്ങാമായിരുന്നു. ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് ബന്ധപ്പെട്ട നമ്മുടെ കർമ്മബന്ധാവ് ധാർമ്മികമായിരിക്കുന്ന നമ്മുടെ ദൗത്യം വളരെ ഭംഗിയായിട്ട് നമുക്ക് നിറവേറ്റി കടന്നു പോകുവാനും നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് കഴിയണം. അതിനാണ് നമുക്ക് അവിടെ നമുക്ക് യോഗാ കർമ്മസു കൗശലം. നമ്മുടെ അന്ത്യം വരെ നമ്മൾ കർമ്മം ചെയ്യണം, പറ്റുന്ന കർമ്മം ചെയ്യണം, ക്രിയാത്മകമായി ചെയ്യണം, കാര്യക്ഷമതയോടുകൂടി ചെയ്യണം, ആനന്ദിച്ച് ചെയ്യണം, അർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന നല്ല വൈദ്യന്മാരെ നമുക്ക് കാണാം, നല്ല ഡോക്ടർമാരെ നമുക്ക് കാണാം, നല്ല എഞ്ചിനീയർമാരെ നമുക്ക് കാണാം, നല്ല തൊഴിലാളികളെ നമുക്ക് കാണാം, നല്ല കുടുംബിനികളെ നമുക്ക് കാണാം. നമുക്കും അങ്ങനെയായി മാറാം. അതാണ് നമുക്ക് ഗീത തരുന്ന ഏറ്റവും വലിയ ഉപദേശം. കാഹളം അതാണ്. കൃഷ്ണന്റെ ശംഖിൽ നിന്ന് വരുന്ന ധ്വനിയുടെ കാഹളം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തെ ആനന്ദോത്സവമാക്കി മാറ്റണമെങ്കിൽ വലിയൊരു തിരിച്ചറിവ് നമുക്ക് അറിവിൻ്റെ രൂപത്തിനുള്ളിൽ സമാഹരിച്ച് വെച്ചിട്ട് വേണം നമ്മുടെ ചിന്താമണ്ഡലത്തിലൂടെ നമുക്ക് ഈ ഒരു നമ്മുടെ പ്രവർത്തന പന്ഥാവിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. അതിന് നമ്മൾ യോഗാത്മകമായൊരു നില സ്വീകരിക്കണം. സമത്വഭാവന, ഒരു സമത്വത്തിൻ്റെ ഭൂമിക നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. സമത്വമായ ചിന്തയിൽ നിന്ന് നല്ല കർമ്മങ്ങൾ വരുള്ളൂ. ഇപ്പൊ നന്നായി കർമ്മം ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ, ഈ സമത്വ ചിന്തയില്ലെങ്കിൽ ഞാൻ പറയാണ്, ശീലചേച്ചി അതൊന്ന് വേഗം ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ശീലചേച്ചി അസ്വസ്ഥമാകും. ചെയ്യാനെടുക്കുന്നത് വേഗം ചെയ്യും, പക്ഷെ ഒന്നും നടക്കൂല. നമ്മൾ പറയുന്ന ആ വാക്കിന്റെ ശക്തി അനുസരിച്ച് മനസ്സിന്റെ ബാലൻസ് പോകും. അപ്പൊ ചെയ്യാൻ പറ്റില്ല. വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കും, ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ പറയുമ്പോൾ മാത്രമല്ല, ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു, ഒരു അതിഥിയായി വന്നു ഒക്കെ കഴിയുമ്പോൾ നമ്മൾ പലതും ചെയ്യണം പറയണം എന്നുണ്ട്. എന്തെടുക്കുമ്പോഴും നമുക്കതിനകത്ത് അത് നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മം പോലെയാവില്ല. എന്തുകൊണ്ടാണ് അതിനകത്ത് വൈകല്യങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് താറുമാറാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയുടെ മനോനിലയ്ക്ക് ബാലൻസ് നമ്മളെ തെറ്റിപ്പോകും. അപ്പൊ അങ്ങനെ തെറ്റുപറ്റാതെ ഉറച്ച ഒരു സമഭാവന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അത്രയും സൗന്ദര്യവും പ്രയോജനവും ഗുണനിലവാരവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരു പിണ്ടനന്ദിയിൽ പറയും, സമത്വത്തിന്റെ ഭൂമികയിൽ നിന്നായിരിക്കണം ഒരു സൃഷ്ടി നടക്കേണ്ടത് എന്ന്. അസമത്വത്തിന്റെ ഭൂമികയിൽ നിന്ന് സൃഷ്ടി നടത്തിയാൽ ആ സൃഷ്ടി തന്നെ, ആ ഉദിച്ചു വരുന്ന കുഞ്ഞു തന്നെ ലോകത്തിന് ഹിതകാരിയല്ല, അപകാരിയായിട്ട് മാറുമെന്ന് നമുക്ക് ഗുരു പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ നമ്മൾ സൃഷ്ടി നടത്തുന്ന വേളയില് നമ്മുടെ മനസ്സ് എത്ര സമഭാവനയോടുകൂടി ഇരിക്കണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മൈക്കൽ ആഞ്ചലോൻ്റെയൊക്കെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ളതുപോലെ തോന്നും. ഞാനൊക്കെ MA പഠിക്കുന്ന സമയത്ത് ഈ
ഇംഗ്ലീഷ് കവിതകൾ പഠിക്കാനുണ്ട്. അപ്പം അതിനകത്ത് ആൻഡ്രിയ ഡെൽ സാർത്തെ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അദ്ദേഹം വലിയൊരു ചിത്രകാരനായിരുന്നു. അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മൈക്കൽ ആഞ്ചലോന്റെ ചിത്രത്തിനേക്കാളും വെല്ലുന്നതാണ്. പക്ഷേ ആ ചിത്രത്തിനൊന്നും ജീവനില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം ലോക പ്രശസ്തിയാകാതെ പോയത്. അതിനകത്തൊന്നും ജീവനില്ല എന്നുള്ളത്. കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മത്തിൻ്റെ പിന്നിലിരിക്കുന്ന മാനസിക ശേഷിമയാണ് ആ കർമ്മത്തെ നമുക്കും മറ്റുള്ളവർക്കും കൂടുതൽ സജീവതയും പ്രയോജനത്തെയും ഉണ്ടാക്കുന്നത്. അങ്ങനെ സമചിത്തതയിൽ നിന്ന്, വികാര വിക്ഷോഭങ്ങളില്ലാതെ, തഴീച്ചകളില്ലാതെ, സമഭാവനയിൽ നിന്ന് എന്ത് തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനം ഉറച്ചതായിരിക്കും. ഉറച്ച മനസ്സിൽ നിന്ന്, നിശ്ചയദാർഢ്യമുള്ള മനസ്സിൽ നിന്ന് എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ എല്ലാത്തിൽ നിന്നും വേറിട്ടുള്ളതായിരിക്കും. അതിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് അത്രയും ഉത്കൃഷ്ടമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം എന്തിനും നമുക്ക് നമ്മൾ പറയില്ലേ, ചില ആളുകളൊക്കെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നിന്ന് കൈകടത്തി താളം തെറ്റിപ്പോവും. ആ നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. നമുക്ക് ആ ഒരു സമത്വമായ ആ ഒരു സമഭാവന കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് എന്ത് ചെയ്യണം? മനസ്സിനെ നമ്മൾ മെരുക്കിയെടുക്കണം. മനസ്സിനെ ഒറ്റയടിക്ക് മെരുക്കാൻ പറ്റുമോ? സ്വാത്മനിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ ഇരുന്ന് കേട്ട് 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 നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് മനനം ചെയ്ത് മനസ്സിനെ നാം സ്വയമേ മെരുക്കിയെടുക്കണം. ആവശ്യമില്ലാത്തതിനെ കളഞ്ഞ് ആവശ്യമുള്ളതിനെ സ്വീകരിച്ച്. ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, രാത്രിയായ ഫോൺ എടുത്തിട്ട് ആദ്യം ചെയ്യും മെസ്സേജ് വന്നത്, വീഡിയോ ഫോട്ടോ ഒക്കെ എന്ത് ചെയ്യും, ഡിലീറ്റ് ബോക്സിൽ കൊണ്ടുപോയി ഡിലീറ്റ് ചെയ്യുന്നൊക്കെ. അതേപോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളം ഉള്ളിന്ന് മനസ്സിൽ വന്നടയുന്ന ആവശ്യമില്ലാത്ത മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സ് കുറച്ചൊക്കെ പരിപക്വമാവാൻ തുടങ്ങുള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് പോഷണം ഇട്ട് കൊടുക്കണം. അങ്ങനെ പോഷണം ഇട്ട് കൊടുക്കുമ്പോൾ മനസ്സ് നമ്മുടെ സ്വാത്മ നിയന്ത്രണത്തിൽ വരും. ആ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ യോഗിയായി തീരുക എന്ന് പറയുമ്പോൾ പൂർണ്ണ ഇവരെ പോലുള്ള കർമ്മയോഗിയായി നമുക്ക് തീർന്നില്ലെങ്കിലും യോഗി ആരാണെന്ന് അറിയുന്നതിൻ്റെ ഒരു അംശത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയില്ല. ഒരു എറുമ്പിനെ കൊല്ലാൻ നമുക്ക് സാധിക്കില്ല. നമ്മളോട് പറയണം ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ഹിംസ ചെയ്യാറുള്ള നമുക്ക് ആ ഹിംസാത്മകമായ പ്രവണതയുടെ ഭാരം കുറയ്ക്കാൻ കഴിയും. ലഘുത്വമുള്ളതാക്കി തീർക്കാൻ പറ്റും. ഹിംസ, ചിന്തയിലുള്ള ഹിംസ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കണ്ടനുഭവിക്കുന്ന ഹിംസയ്ക്കൊക്കെ ലഘുത്വം കൊണ്ടുവരാൻ കഴിയും. ഒറ്റയടിക്ക് ഇല്ലാതാക്കുക എന്നല്ല. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തതിനെ തനൂകരിച്ച് ആവശ്യമുള്ളതിനെ സ്വാംശീകരിച്ച് നല്ല നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് യോഗാത്മകമായിരിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ പറ്റും. അങ്ങനെ ആര് കർമ്മം ചെയ്തിട്ടുണ്ടോ ആ കർമ്മമാണെന്ന ലോകത്ത് മുഴുവൻ ഇന്നും പ്രതിധ്വനിക്കുന്നത്. നാരായണ ഗുരുവിൻ്റെ കർമ്മങ്ങളുടെ ബാക്കിപത്രമാണ് നാം ഇരിക്കുന്നത്. ഗുരുവിനെ സ്പർശിക്കാത്ത എന്താണ് ഇവിടെ ഉള്ളത്? ഞാൻ പറയുന്ന വാക്ക് പോലും ഗുരുവിനോട് സംഭവിച്ചതല്ലേ, ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് സംഭവിച്ചതല്ലേ. ഇവിടെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ മഹാകാരുണ്യം കൊണ്ട് സംഭവിക്കുന്നതല്ലേ. അതൊക്കെ ഗുരുവിൻ്റെ കർമ്മം. നിഷ്കാമപരമായിരിക്കുന്ന അല്പം പോലും കാമത്തിൻ്റെ ലാഞ്ചന അവരുടെ കർമ്മങ്ങളിലില്ല. കർമ്മങ്ങളെല്ലാം ലോകനിന്മയ്ക്കായിട്ട് രാവിലെ നിത്യ പറഞ്ഞതുപോലെ ഈ കഷ്ടം ദീനം പിടിച്ചു കിടക്കുന്ന മനുഷ്യരെ ഉദ്ധരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ കർമ്മങ്ങളൊക്കെ അവർ അനുഷ്ഠിച്ചു പോകുന്നത്. അതുകൊണ്ടത് ലോകത്തിനും കൂടെ ഗുണകരമായി ഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പം കുശലത ഉള്ളവരായി നമ്മൾ മാറണം. എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപും കുശലത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ അർത്ഥവത്തും ഭംഗിയുള്ളതുമായിരിക്കും. അല്ലെങ്കിൽ വെറുതെ എന്തൊക്കെയോ ചെയ്തു പോകുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്ത് കാര്യങ്ങളിൽ നമ്മളൊരു ചൂലെടുത്ത് അടിക്കുമ്പോൾ പോലും ആ കുശലത നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ജീവിതം ഇത് തന്നെയാണ് ജീവിത ഉത്സവമായി മാറുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? എത്രയോ അമ്മമാരിവിടെയുണ്ട്,
എത്രയോ മനുഷ്യരെ നാം കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ പ്രായം ചെന്ന ആളുകൾ ആർക്കും ഒരു ബാധ്യതയില്ലാതെ ഓരത്തിലൂടെ സഞ്ചരിക്കാൻ പറഞ്ഞില്ലേ നിത്യ. 10-60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരത്തിലൂടെ സഞ്ചരിക്കേണ്ടത്. ഓരത്തിലൂടെ സഞ്ചരിച്ചാലുള്ള കുഴപ്പം എന്താ? മറ്റുള്ളവർക്കും അപ്രവശ്യത്തിലൂടെ സുഗമമായിട്ട് നടന്നു നീങ്ങാം. നമ്മൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടായി തീരുന്നില്ല. പക്ഷെ ഈശ്വരന്റെ ചാരത്ത് വസിക്കണം നമ്മൾ, അല്ലെ? സജ്ജനങ്ങളായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ഉത്കൃഷ്ടമായ ഒരു ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ്. ഇതൊന്നും അല്ല ഇന്നത്തെ ക്ലാസ്. നല്ലൊരു സത്സംഗം. ഇവിടെ വിജയ ടീച്ചർ ഇപ്പോഴാണ് വന്നത്. വിജയ ടീച്ചർ ഒഴിച്ച് എല്ലാവരും തന്നെ, കുറേ പേര് പോയി, പകുതി പേര് പോയി, എല്ലാവരും തന്നെ നല്ലൊരു ആത്മാമൃതം കൊണ്ട് എനിക്ക് സഫലമായി. അതുകൊണ്ട് ഇന്ന് എൻ്റെ വാക്കിനൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത ദിവസമാണ്. കാരണം നിത്യാമ വന്ന് നിങ്ങൾക്ക് വേണ്ടുവോളം തന്നു. ആ തൃപ്തി മതി. അത് ഒരു മാസക്കാലം നിങ്ങളുടെ ഉള്ളത്തെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കും. ഒരു മഥനം നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ പണ്ടൊക്കെ വീടുകളില് മോരൊക്കെ വീടുകളിൽ നിന്ന് വാങ്ങുന്നത്. അപ്പം പശു ഒക്കെ ഉള്ള വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാര് നല്ല മൺകലത്തില് ഒറൊഴിച്ചിട്ടുണ്ടാവും. രാവിലെ നല്ല തൈരായിരിക്കും. അതിങ്ങനെ കടകോട് കൊണ്ട് കടയും. എത്ര ഭംഗിയാണ് അത് കടഞ്ഞ് 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 നെയ്യൊക്കെ എടുത്തു മാറ്റുന്നത് പോലെ നമ്മുടെ അന്തരംഗത്തിൽ നടക്കുന്ന കടയൽ പ്രക്രിയയാണ് എന്ത്? ഇങ്ങനെയുള്ള സത്സംഗ ശ്രവണങ്ങള്, സ്വാധ്യായങ്ങള്, പാരായണങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്കും അല്പമൂല്യങ്ങൾ എവിടേക്കോ നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം വീശുന്നത് കൊണ്ടാണ് ഇത്രയും ഈശാവാസം ഗ്രൂപ്പിലെ സജ്ജനങ്ങൾ ഇവിടെ സന്നിഹിതരായത്. ഒരു ക്ഷണക്കത്ത് മുഖേന മിനിയായി കൂട്ടി നിൽക്കുന്നവരൊക്കെ അത് അയച്ചപ്പോൾ ഇത്രയും പേർക്ക് വന്നിരുന്ന് ഇത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഒരു സാഹചര്യം നമുക്കുണ്ടായി. അത് മുൻജന്മ സുഹൃതമായി കാണാൻ. ദൈവകൃതികളിൽ ഗുരു പറയുന്ന ഈ യോഗ കർമ്മസു കൗശലം, യോഗയുടെ നിർവചനം കൊടുക്കുകയാണ്. കാര്യക്ഷമതയോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെ കർമ്മം ചെയ്യാം, ആ കർമ്മം എങ്ങനെ ലോകത്തിന് പ്രയോജനപ്രദമായി വരുമെന്നുള്ള ഈ ഭഗവത്ഗീതയുടെ യോഗ ദർശനത്തെ മുഴുവൻ ഗുരു പറയുന്ന ഒറ്റ ശ്ലോകമാണ്. അപരനു വേണ്ടി ആകർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണനധോ മുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. എൻ്റെ സുഖം, എൻ്റെ ആനന്ദം, എൻ്റെ കർമ്മശേഷിമ, എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്ത പരത അപരനും കൂടി സുഖത്തിനായി ഭവിക്കുന്നു. അവനെ വിളിക്കുന്ന പേരാണ് കൃപാൻ. എൻ്റെ സുഖം അപരസുഖമായി വരുന്നു. എൻ്റെ പ്രിയം, ആത്മപ്രിയം അപരൻ്റെയും കൂടെ പ്രിയമായി വരുന്നു എന്നുള്ളതാണ്. അപരൻ എന്നതിന് രണ്ടർത്ഥമുണ്ട്. പരനല്ലാത്തവൻ, എന്നിൽ നിന്ന് അന്യനല്ലാത്തത്. എന്നിൽ നിന്ന് അന്യമല്ലാത്തത് എന്ന അർത്ഥമുണ്ട്, നമ്മിൽ നിന്ന് വേറിട്ടത് എന്ന അർത്ഥമുണ്ട്. ഏതർത്ഥത്തിൽ നോക്കിയാലും അങ്ങനെയുള്ള ഒരു കൃപാലുത്വത്തിലേക്ക്, കൃപാലുവിൻ്റെ ഗുണഗണങ്ങളാണെന്ന് രാവിലെ മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ കേട്ട കാര്യങ്ങൾ അനുസന്ധാനം ചെയ്യണം. ശ്രവിച്ച കാര്യങ്ങളായിരിക്കണം ചിന്തിക്കേണ്ടത്. അപ്പം അനാവശ്യ ചിന്തകൾ വന്ന് ഉള്ളിൽ നിറയില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കൃപണനിൽ നിന്ന് എന്ത് കർമ്മങ്ങൾ, എത്ര ക്രിയാത്മകമായിട്ട് നിങ്ങൾ കാര്യക്ഷമതയോടുകൂടി ബാഹ്യകർമ്മങ്ങൾ ചെയ്താലും അത് സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രമായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെയും നമ്മുടെയും സുഖത്തിന് വേണ്ടി മാത്രമായിരിക്കും. അത് അപജയകർമ്മമാണ്. അവൻ കൃപണനാണ്, സ്വാർത്ഥനാണ്. നമ്മൾ സ്വാർത്ഥരാകാതിരിക്കുക, നിസ്വാർത്ഥരായിരിക്കുക. നിസ്വാർത്ഥമായി കർമ്മം ചെയ്യണമെങ്കിൽ, ക്രിയാത്മകമായി കർമ്മം ചെയ്യണമെങ്കിൽ സമത്വഭാവന ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ഒരേ ഈശ്വരന്റെ സന്താനങ്ങളാണ് എന്നും നമ്മിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്നും
നമ്മൾ വെറും ഈശ്വരൻ്റെ ഒരു ഉപകരണമാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന കർമ്മങ്ങളെ നമ്മൾ വിട്ടുകളയേണ്ടതിനെ മാത്രം വിട്ടുകളഞ്ഞ് സ്വീകരിക്കേണ്ടതിനെ ധാർമ്മികമായി സ്വീകരിച്ച് ധാർമ്മികമായി സ്വധർമാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു നീക്കുക. കർത്തൃത്വബോധം നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക. മരണം വരെ കർമ്മം ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഇന്ന് നിത്യ പറഞ്ഞ ഏറ്റവും വലിയ ഒരു വാക്യം എൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തത്, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം നച്ച രാജ്യകാര്യം നച്ച ചോരകാര്യം എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്ലോകം തുടങ്ങുന്നത്. എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് പലതും നഷ്ടപ്പെടാം, മോഷ്ടിക്കപ്പെടാം, ഇല്ലാതാകാം. പക്ഷെ നമ്മുടെ അറിവ് ആകുന്ന മേധ, അതിലുള്ളത് ആർക്കും തട്ടിയെടുക്കാൻ കഴിയുന്നതല്ല. അതാണ് ധനത്തിൽ വെച്ച് ഏറ്റവും വലിയ ധനം വിദ്യ തന്നെയാണ്, അറിവ് തന്നെയാണ്. ആ അറിവിനെ നമ്മൾ ജീവിത മൂല്യമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഒരു സത്യം കൂടി തുറന്നു പറയാം. എന്നും സ്വാധ്യായം ചെയ്യുന്ന, പാരായണം ചെയ്യുന്ന, ഈശ്വരനെ ഹൃദയം തുറന്ന് വിളിക്കുന്ന ഒരുവനെന്നും ഈശ്വരൻ ഗുരുവിലെത്താനില്ലായിരിക്കും. യാതൊരു സംശയവും വേണ്ട. ചിദംബര അഷ്ടകത്തിൽ പറയുന്നത് പോലെ കലിമല കാനന പാവകലിംഗം സലില തരംഗ വിഭൂഷണലിംഗം പലിത പതംഗ പ്രദീപകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. കലിയാകുന്ന ഈ കലികാലത്തിൽ മനുഷ്യന്റെ ഉള്ള മുഴുവൻ കലിയ, കോപം, ദേഷ്യം, ഈർഷ്യ, അസ്വസ്ഥത, അസൂയ, മാത്സരികത, അതുകൊണ്ട് കാനനം പോലെ മലിനമായിരിക്കുകയാണ് നമ്മുടെ ഉള്ള അന്തരംഗം, മനോന്തരംഗം. അതിനെ കാനനത്തെ എരിയിപ്പിച്ചു കളയുന്നത് അഗ്നി കൊണ്ടാണ്, അതിനെ കത്തിച്ചു കളയുന്നത് അഗ്നി കൊണ്ടാണ്. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ ആവശ്യമില്ലാത്ത മലീമസമായിരിക്കുന്ന ദുർവാസനകളെ, ദുഷിച്ച സംസ്കാരത്തെ, ആവശ്യമില്ലാത്ത ചിന്തകളെ എരിയിപ്പിച്ചു കളയുവാനായിട്ട് അറിവാകുന്ന അഗ്നി കൊണ്ട് സാധിക്കും. അങ്ങനെ അറിവാകുന്ന അഗ്നി കൊണ്ട് ഉള്ളത്തെ ദഹിപ്പിച്ച് ആവശ്യമില്ലാത്തതിനെയൊക്കെ കത്തി എരിയിപ്പിച്ച് നിർമ്മല മാനസരായി വീണ്ടും വീണ്ടും പറയുന്നു, ആയുസ് വളരെ കുറച്ചുള്ളൂ. ആ കുറച്ചായുസിൽ നല്ല ചിന്തകളിലൂടെ, നല്ല ചർച്ചകളിലൂടെ, നല്ല ഇടപഴകലുകളിലൂടെ, നല്ല കർമ്മങ്ങളിലൂടെ ചേർന്ന് നിന്ന് ഈശ്വരനെ ഭജിച്ച് ഗുരുവിനെ നമസ്കരിച്ച് കടന്നു പോകുക. ഈ കൂട്ടായ്മയിലൂടെയും നമ്മളെപ്പോഴും തരുന്ന സന്ദേശം അതാണ്. ഒന്നും നിങ്ങളിൽ നിന്ന് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. വളരെ കുറച്ച് വിദ്യാർത്ഥികൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൈവിരലിൽ എണ്ണാവുന്ന വിദ്യാർത്ഥികളുടെ ഒരു സഹകരണത്താൽ മാത്രമാണ് ഇങ്ങനെയുള്ളൊരു വേറിട്ട പന്ഥാവ് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ഈ സ്നേഹം പങ്കുവയ്ക്കാൻ, നിങ്ങളെ ഒന്ന് കാണുവാനായിട്ട് ഈ അറിവ് തരിക എന്നുള്ള സ്വദേശപരമായ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഒരിക്കൽ കൂടി പറയാം, ഇത് മന്ദിരസമിതിയുടെ ഒരു ഭാഗം തന്നെയാണ്. മന്ദിരസമിതിയിൽ സ്വാമിക്കും നിത്യയ്ക്കും എനിക്കുമുള്ളൊരു സ്ഥാനം വളരെ വലുതാണ്. എപ്പോഴാണെങ്കിൽ തന്നെയും അങ്ങനെ തന്നെയാണ് അവരെ നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു സംഘടനയുടെ ഒരു വേറിട്ട് ഒന്നുമല്ല. ഇവിടെ നമ്മുടെ അടുത്ത് വരുന്നവർ വളരുന്നുണ്ടെങ്കിൽ, ബോംബെയിലുള്ളവർ വളരുന്നുണ്ടെങ്കിൽ അത് എന്നും മന്ദിരസമിതിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സത്സംഗ ഇളനിലയം മാത്രമാണ് ഇതെന്നറിയുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇനിയടക്കം അശോകൻ ചേട്ടനടക്കം ജയപ്രകാശ് ചേട്ടനടക്കം ഷീജ ടീച്ചർ, നമ്മുടെ ഇവിടെ നിൽക്കുന്ന മുൻനിരയിലെ അമ്മ ശ്രീദേവി അമ്മ, ഇവരെല്ലാവരും ചേർന്ന് ഇങ്ങനെയൊരു നല്ലൊരു സത്സംഗ കളരി ഒരുക്കി അതിഗംഭീരമായിട്ട് നിങ്ങൾ നല്ല ലാളിത്യത്തോടുകൂടി കൃത്യതയോടുകൂടി ആ ചടങ്ങുകളൊക്കെ നടത്തി നിറവേറ്റി കടന്നുപോയി. ഇതിൽ പരം ധന്യത വേറൊന്നും ഇല്ല. ഈശ്വരനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. ജീവിതം ധന്യമായി തീരാൻ, കൃതാർത്ഥതയുള്ളതായി തീരാൻ, നിറഞ്ഞ തൃപ്തിയുള്ളതായി തീരുവാൻ അതിനു വേണ്ടുന്ന ഒരു പ്രവർത്തന ശേഷിമ കൂടി നീ തരിക. അത് മതി നമ്മുടെ സമ്പത്ത്. അതിലേക്ക് നമുക്ക് ഗീതയെയും
ഗുരുവചനത്തോടൊപ്പം ഉപനിഷത്തിനെയും ചേർത്ത് വെച്ചാൽ കുറെ കൂടി തെളിഞ്ഞ മാനത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.